ദുഃഖകരമായ ഒരു കാര്യം, എവിടെയെങ്കിലും പ്രതികളുടെ പേരായി പറയപ്പെടുകയോ ആരോപിക്കപ്പെടുകയോ ചെയ്യുന്നത് ഒരു മുസ്ലിമിന്റെ പേരാണെങ്കിൽ മുസ്ലിം ഭീകരവാദിയെന്നും ഇസ്ലാം ഭീകരവാദമെന്നും പറയാൻ മീഡിയകളും തൽപരകക്ഷികളും ഒരുങ്ങിയിരിക്കുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ചില ധർമ്മങ്ങൾ നമുക്ക് നിർവഹിക്കാനുള്ളത്. ഒരു മനുഷ്യനെ ക്രൂരമായി കൊന്നുകളഞ്ഞത് ആരാണെങ്കിലും അവനെ പ്രതിയാണെന്നു കാണാനും അവൻ ചെയ്ത തെറ്റ് മാപ്പർഹിക്കാത്തതാണ്, ശിക്ഷ അർഹിക്കുന്നതാണെന്നും ഒരുമിച്ച് വിളിച്ചു പറയേണ്ട നേരത്ത് മതവും വർഗവും തിരയുന്നത് കുറ്റവാളികളെ ശിക്ഷിക്കാനും പൗരന്മാരുടെ ഐക്യബോധം നിലനിർത്തുന്നതിനും ഭീഷണിയാണ് എന്ന് തിരിച്ചറിയാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കഴിയണം. കുറ്റവാളി ഏത് മതമാണെന്ന് ചോദിച്ച് അരികവൽക്കരിക്കുമ്പോൾ കുറ്റവാളിയെ ശിക്ഷിക്കണമെന്ന പ്രമുഖ അജണ്ടയിൽ നിന്ന് ചർച്ചകൾ വഴിമാറിപ്പോകും. അതുകൊണ്ട് ഈ ഭീകരമായ നടപടി സ്വീകരിച്ചവർ ആരാണെങ്കിലും അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് പറയാൻ ഒരുമിച്ച് നിൽക്കാനുള്ള കരുത്താണ് ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടത്. ഇസ്ലാമിനെ എവിടെയെങ്കിലും ഒരു പഴുതിലൂടെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നത് ചില ആളുകളുടെ ഒക്കെ വിനോദമാണ്. അതെവിടെ നിന്നോ കടന്നു വന്ന ഒരു ബാധയാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ലോകത്ത് പലപ്പോഴും പലയിടങ്ങളിലും പല ആക്രമണങ്ങളും നടക്കുന്നു, പല ഭീകര നടപടികളും നടക്കുന്നു. അവിടെയൊന്നും മതത്തെ ചേർത്തു വെക്കാൻ ഒരിക്കലും മീഡിയകൾ ശ്രമിക്കാറില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രമെടുത്തു നോക്കിയാൽ സ്വതന്ത്ര ഇന്ത്യ ആദ്യം ഏറ്റുവാങ്ങേണ്ടി വന്ന കൊലപാതകം രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച പിതാവിൻ്റെതായിരുന്നു. കൊലപാതകയുടെ മതം നോക്കിയുള്ള ചർച്ചകൾ ഇവിടെ ഉണ്ടായില്ല. അതൊരു മുസ്ലിമിൻ്റെതല്ല എന്ന് ഉറപ്പാണ്. ആ വിധത്തിലേക്ക് ഇവിടെയുള്ള നരേഷനുകൾ മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് ഒരു മുസ്ലിം നാമധാരിയല്ല. ആ കൊലപാതകം നടത്തിയവരെ മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ അവരുടെ വിഭാഗങ്ങളെ മുഴുവനും മതത്തോട് ചേർത്ത് തീവ്രവാദമെന്ന് പറയാൻ, ഭീകരവാദമെന്ന് പറയാൻ ആരുമുണ്ടായില്ല. അങ്ങനെ ഉണ്ടാകണമെന്ന് നമ്മുടെ താല്പര്യമേ അല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. അവിടെയും മുസ്ലിങ്ങളെയല്ല നിങ്ങൾക്ക് കാണാൻ കഴിയുക, മറ്റു ജാതി മതവിശ്വാസങ്ങളിലുള്ളവരെയാണ്. ലോകത്ത് കൊടും ക്രൂരതകൾ നിർവഹിച്ച മതനിഷേധികളായ നിരീശ്വരവാദികളുണ്ട്. അവർ ക്രൂരമായ കൂട്ടക്കൊലകൾ നടത്തിയതിന്റെ പേരിൽ യുക്തിവാദികളുടെ തീവ്രവാദമെന്നോ ഭീകരവാദമെന്നോ ആരും എഴുതാറും പറയാറുമില്ല. എവിടെയെങ്കിലും ഒരു മുസ്ലിം നാമധാരിയാണ് കുറ്റവാളിയായി ആരോപിക്കപ്പെടുകയോ ഒരുപക്ഷെ പ്രതിയാവുകയോ ചെയ്താൽ അവിടെ മാത്രം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ചേർത്ത് വെക്കുന്നത് ക്രൂരമായ ഒരു സാമൂഹിക വിനോദമായി നമ്മൾ കാണുകയാണ്. ലോക ചരിത്രത്തിൽ 1300 കൊല്ലത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ മില്യൺ കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. കുരിശ് യുദ്ധം, ബഗ്ദാദിൽ നിന്ന് 10 ലക്ഷം ആളുകളെ ഒരു കൊല്ലം കൊണ്ട് കൊന്നൊടുക്കിയ മംഗോളിയന്മാരുടെ ആക്രമണം, അവിടെ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഒരു ഭീകരവാദ പ്രവർത്തനത്തിലൂടെ പ്രതിഷേധിച്ചതുപോലും കാണാൻ ചരിത്രത്തിൽ ഉണ്ടാവുകയില്ല. അപകടകരമായ ഒരു ഓപ്പറേഷൻ അവിടെ എവിടെയെങ്കിലും നടത്തിയതായി ചരിത്രത്തിൽ നിന്ന് വായിക്കാനാവില്ല. റോമിൽ നിന്ന് ടാക്സ് പിരിച്ച് സലാഡിയൻ ടാക്സിലൂടെ സലാഹുദ്ദീൻ അയ്യൂബി നേതൃത്വം നൽകുന്ന മുസ്ലിംകളെ ഇല്ലായ്മ ചെയ്യാനും രാഷ്ട്രങ്ങളെ അസ്ഥിരപ്പെടുത്താനും ക്രൂസൈഡ്സിലൂടെ ചലനങ്ങൾ നടന്നപ്പോഴും
മുസ്ലിങ്ങൾ അധികാരമുള്ള ഒരു കാലത്ത് പോലും ഭീകരമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നത്. ഒന്നുകിൽ ചരിത്രം വെച്ച് ആലോചിക്കണം, അല്ലെങ്കിൽ വർത്തമാനത്തോട് സംസാരിക്കണം, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളോട് സംവദിക്കണം. എങ്ങനെ നോക്കിയാലും പ്രത്യയശാസ്ത്രപരമായോ പ്രായോഗികമായോ മുസ്ലിങ്ങളെ ഭീകരവാദത്തോട് ചേർത്ത് വെക്കാൻ ഒരു ന്യായവും ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ക്രൂരമായി ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്ത ഫലസ്തീനു വേണ്ടി ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ സംവിധാനം ഭീകരമായി ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോകത്തുള്ള എല്ലാ നീതിന്യായ വ്യവസ്ഥിതികളും കൈകെട്ടി നോക്കി നിൽക്കുകയും നിരപരാധികളായ സിവിലിയന്മാർ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്ന നയനടപടികൾ എന്താണ്? ഇതെങ്കിലും വിലയിരുത്താൻ കഴിയണം. വളരെ കൗതുകകരമായ ചില കാര്യങ്ങളുണ്ട്. മുസ്ലിം ഭീകരവാദികൾ ആക്രമിച്ചു എന്ന് പറയുമ്പോഴും ഇസ്ലാം ഭീകരവാദികൾ ഇടപെടുന്നു എന്ന് പറയുമ്പോഴും ഈ പ്രയോഗങ്ങൾ 1950 മുതലാണ് വ്യാപകമായി ലോകത്തുണ്ടായത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടത് ഏതു രാജ്യങ്ങളിലാണ്? മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിലാണ്. ഇസ്ലാമിക ഭീകരവാദം മുസ്ലിം രാജ്യങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാണോ? കൊല്ലപ്പെട്ട ഭരണാധികാരികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ഘടനകൾ അതെല്ലാം ഇസ്ലാം പേരുള്ളവരുടെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലേതാണ്. അപ്പോൾ ഇസ്ലാമിക ഭീകരവാദവും തീവ്രവാദവും ഉണ്ടായത് മുസ്ലിങ്ങളെ തന്നെ കൊല്ലാൻ വേണ്ടിയാണോ? യഥാർത്ഥത്തിൽ ലോക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ അമേരിക്കയുടെയും റഷ്യയുടെയും ഇടയിലുണ്ടായ സാമ്പത്തിക യുദ്ധത്തിനു വേണ്ടി അമേരിക്ക തന്നെയായിരുന്നു ഇസ്ലാം പേരിലുള്ള ഭീകരവാദി സംഘടനകളെ ഉണ്ടാക്കിയതെന്ന് ഹിലാരി ക്ലിന്റനെ പോലെയുള്ളവർ തുറന്നു പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വായിക്കാനുണ്ട്. ആരാണ് അൽ ഖ്വയ്ദ എന്ന് പറയപ്പെടുന്ന ഭീകര സംഘടനയെ ഉണ്ടാക്കിയതെന്ന് അമേരിക്ക പറഞ്ഞു, അവർ തന്നെയാണെന്ന്. IS പോലെയുള്ള സംഘടനകൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണെന്നും എത്ര $1 മില്യൺ ചെലവഴിച്ചത് എന്നും അത്തരം രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറഞ്ഞുപോയി. എന്നിരിക്കെ യാഥാർത്ഥ്യങ്ങളെ മുഴുവനും മറച്ചു വെച്ചുകൊണ്ട് സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ഒരു മതത്തെയും ഒരു മതവിഭാഗത്തെയും ക്രൂരമായി അവതരിപ്പിക്കുന്നത് മാനവികതയോടുള്ള ക്രൂര വിനോദമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പ്രത്യയശാസ്ത്രപരമായി ഒരിക്കലും ഇസ്ലാമിനെ സമാധാനത്തിന്റെ പക്ഷത്തല്ലാതെ നിലനിർത്താനോ വായിക്കാനോ നമുക്ക് കഴിയില്ല. എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മുസ്ലിം സമുദായത്തിന് മാത്രം ഇസ്ലാമും ഭീകരവാദവും എന്ന് വേർതിരിച്ചു പറയേണ്ടി വരുന്നത് ഇവിടെയുള്ള ചില നരേഷനുകൾ, പുസ്തക മേധാവികളും മീഡിയ പേഴ്സൺസും ഉണ്ടാക്കിയ ഒരു പരിസരത്തിന്റെ ദുരന്ത ഫലമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് നന്മയുടെയും ക്ഷേമത്തിന്റെയും ആളുകളായി നിലനിൽക്കാനും ലോകത്ത് മനോഹരമായ ഒരു വ്യവസ്ഥിതിയെ ജീവിതം കൊണ്ട് ആവിഷ്കരിക്കാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അള്ളാഹുവിന്റെ പവിത്രമായ മതം സ്വീകരിക്കാനും അതിന്റെ വാക്താക്കളായി ജീവിക്കാനും കഴിയുന്നു എന്നത്. ഏത് കാലസന്ധിയെയും അതിജീവിക്കാനുള്ള ആത്മീയമായ കരുത്ത് നമുക്കുണ്ടായിരിക്കണം. വിശാലമായി ഞാൻ ഈ വിഷയത്തിലൂടെ മുന്നോട്ട് പോകുന്നില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് ആധ്യാത്മികതയുടെ ഉന്നതിയിൽ നിൽക്കുകയും ആദർശ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി നിലകൊള്ളുകയും ആദർശ വിരോധികളോട് സന്ധിയില്ലാ സമരം നടത്തുകയും ചെയ്ത അഹ്ലുസുന്നയുടെ പോരാളി EK ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. മഹാന്മാരായ സ്വാലിഹീങ്ങളെ ഓർമ്മിക്കുന്നതിനൊരു താല്പര്യമുണ്ട്. ഒന്നാമത്തേത്, അങ്ങനെ മഹത്തുക്കളെ ഓർമ്മിക്കുന്നത് ഒരു പുണ്യകർമ്മമാണ് എന്നതാണ്. ദിക്റു സ്വാലിഹീൻ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാനുള്ള ഒരു പുണ്യകർമ്മമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ വദ്കുർ ഫിൽ കിതാബി, പവിത്ര ഗ്രന്ഥത്തിൽ നിങ്ങൾ അനുസ്മരിക്കുക എന്ന് പറഞ്ഞ് മുൻഗാമികളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെ പരാമർശിക്കുന്നത്. വിശ്വാസികളുടെ ഒരു അനുഷ്ഠാനമാണ് സ്വാലിഹീങ്ങളെ ഓർക്കുക എന്നത്. 5 നേരത്തെയും നിസ്കാരത്തിൽ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ സ്വാലിഹീങ്ങളായ ആളുകളെയും നമ്മൾ ഓർക്കുകയാണ്.
ആ ഓർമ്മയിൽ നിന്ന് മാറി നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മഹാനരായ ഉസ്താദ് അവർകളെ നമ്മൾ ആദരപൂർവ്വം ഓർക്കുകയാണ്. ആ ഓർമ്മയിൽ ഒരാത്മീയതയുണ്ട്. പിന്നീട് മഹത്തുക്കളെ ഓർമ്മിക്കുമ്പോൾ ഒരു 4.5 പതിറ്റാണ്ടോളം കാലമായിട്ടും എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഓർമ്മിക്കപ്പെടുന്നത് എന്നതിന്റെ കാരണങ്ങളിലേക്ക് സഞ്ചരിക്കണം. ഇവിടെ എത്രയോ ലക്ഷം മനുഷ്യന്മാർ കഴിഞ്ഞുപോയി. ഈ നാട്ടിലെ പൊതു ഖബർസ്ഥാനിൽ എത്രയോ ആയിരങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ചില വ്യക്തികളെ എന്തുകൊണ്ടാണ് നമ്മൾ ഓർമ്മിക്കുന്നത്? ഒന്നാമത്തെ കാരണം അവരുടെ ജീവിതം മുഴുവനും ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചപ്പോൾ അല്ലാഹു അവരുടെ ഓർമ്മകൾ ബാക്കിയാക്കുകയായിരുന്നു. അവർ നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? അൽ ഈമാനു ബില്ലാഹ്. അചഞ്ചലമായ ഈമാനാണ് ഏറ്റവും വലുത്, ഏറ്റവും അടിസ്ഥാനം എന്ന് അവർ കാണിച്ചു തരികയും ഈ ലോകത്തെ ജീവിതം നൈമിഷികമാണ് എന്ന് പ്രസംഗിക്കുകയായിരുന്നില്ല. അതവർ തിരിച്ചറിയുകയും അനുസൃതമായി ജീവിക്കുകയുമായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അംഗീകാരമാണ് ഇവിടെയുള്ള വിശ്വാസികളുടെ ഓർമ്മയിലേക്ക് അവരെ നിലനിർത്തി എന്നത്. മഹാന്മാരായ ആളുകൾ ഈ ലോകത്തെ നിരീക്ഷിച്ചു. ഈ ലോകത്തെ അവർ നോക്കിയപ്പോൾ അവർ യാഥാർത്ഥ്യത്തിന്റെ കണ്ണുകൊണ്ടാണ് നോക്കിയത്. അവര് നോക്കി, തെങ്ങിലേക്ക് ഞാൻ നോക്കിയിരുന്നാൽ എങ്ങനെയുണ്ടാകും? അതിലെ ഓരോ ഓലകളും പഴുത്ത് താഴേക്ക് വീഴും. അതിലെ കായകൾ കുറച്ചു കഴിയുമ്പോൾ കൊഴിഞ്ഞു വീഴും. അപ്പോൾ ഇത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നവര് മനസ്സിലാക്കി. അതുപോലെ ഈ ലോകത്തെ മുഴുവനും അവര് നോക്കി. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليست لحي وطنا. അവർ യാഥാർത്ഥ്യത്തിന്റെ കണ്ണുകൊണ്ടാണ് ഈ ലോകത്തെ നോക്കിയത്. ഈ ലോകത്തെ റിയാലിറ്റിയിലേക്ക് നോക്കിയവരാണ് ഔലിയാക്കൾ, ആലിമീങ്ങൾ. നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകം അടിച്ചു പൊളിക്കാനുള്ള ലോകമാണ്, ആസ്വദിച്ചു തീർക്കാനുള്ള ലോകമാണ്. ഇവിടെ മതിവരുവോളം ആസ്വദിക്കണം എന്നതാണ് ഭൗതികതയുടെ അടിസ്ഥാനം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത്തരം വേദികളിലേക്ക് വരാൻ കഴിയാത്തത് അവർ താൽക്കാലികമായ രസങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്. അവർ വിചാരിച്ചു ഈ കണ്ടത് തന്നെയാണ് സ്വർഗം, ഇവിടെ തന്നെയാണ് സ്വർഗം, ഇത് തന്നെയാണ് സുഖവാസം, ഇവിടെ എന്നും ജീവിക്കാൻ പോവുകയാണ് എന്നവർ വിചാരിച്ചു പോയി. അവരതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിച്ചില്ല. ബുദ്ധിമാന്മാരായ ആളുകൾ ഈ ലോകത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെയുള്ള എല്ലാ യുവാക്കളും വയസ്സന്മാരാകുന്നുണ്ട്, അല്ലെങ്കിൽ മരിച്ചു പോകുന്നുണ്ട് എന്നവർ മനസ്സിലാക്കി. അപ്പോൾ യുവത്വം നിലനിൽക്കാനുള്ളതല്ല. ഇവിടെയുള്ള എല്ലാ പ്രഭാതങ്ങളും പ്രദോഷത്തിന്റെ ആമുഖമാണ്. ഇവിടെയുള്ള ആരോഗ്യം അനാരോഗ്യത്തിന്റെ ആമുഖമാണ്. ഇവിടെയുള്ള എല്ലാ ഉയർച്ചയും തളർച്ചയുടെ ആമുഖമാണ്. ഇവിടെയുള്ള എല്ലാ ഉഡ്ഡയനങ്ങളും എല്ലാ ഉദ്ഗമനങ്ങളും അധോഗമനത്തിന്റെ ആമുഖമാണെന്നവര് മനസ്സിലാക്കി. പിന്നീട് ശരിയെന്താണ്, യാഥാർത്ഥ്യം എന്താണെന്നവര് നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തിനെ അവർ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയി. മുൻഗാമികളുടെ ജീവിത വീക്ഷണമാണ് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടത്. EK ഹസൻ ഉസ്താദ് അവറുകൾ അടക്കമുള്ള മഹാന്മാർ ഈ ലോകത്തേക്ക് നോക്കിയപ്പോൾ അവര് കണ്ടത് ഇത് പരിശ്രമത്തിന്റെ ലോകമാണ്, ഇത് വിശ്രമത്തിന്റെ ലോകമല്ല. അതുകൊണ്ട് അവർ കിട്ടിയ ആയുസ് മുഴുവനും പരിശ്രമിച്ചു. എന്തിനാണ് പരിശ്രമിച്ചത്? ഏറ്റവും അമൂല്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ ഒഴിഞ്ഞുവെച്ചു. അതിൽ ഏറ്റവും അമൂല്യമായ കാര്യമാണ് അൽ ഇസ്തിഗാലു ബിൽ ഇൽമി. ഒരാൾക്ക് ഈ ജീവിതം വിനിയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രമേയം ഏതാണ്?
من أولى ما أنفقت فيه نفائس الأوقات. ഒരാൾക്ക് സമയം വിനിയോഗിക്കാൻ അല്ലെങ്കിൽ സമയം ചെലവഴിക്കാനുള്ള ഏറ്റവും നല്ല പ്രമേയം ഏതാണ്? അൽ ഇഷ്തിഗാലു ബിൽ ഇൽമി, അറിവ് നേടാനും അത് പ്രചരിപ്പിക്കാനും ആർജിക്കാനും വേണ്ടി ജീവിതം നീക്കിവെക്കുക. അതിനോളം ഔന്നിത്യമുള്ള മറ്റൊരു കാര്യവും ഇല്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചില പ്രമേയങ്ങൾ പറയുന്നതിനിടയിൽ ചില ചോദ്യങ്ങൾ വെച്ചിരിക്കുകയാണ്. അല്ലയോ പ്രവാചക പ്രഭോ, അവിടുന്ന് ചോദിക്കണം, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ എന്ന് ചോദിക്കണം. ലോകത്തിന് മറുപടി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ലോകത്തിന് മുഴുവനും അറിയാം, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. അറിവുള്ളവർ ഉന്നതരാണെന്ന് ലോകത്തിനറിയാം. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്കും അറിവ് നൽകപ്പെട്ടവർക്കും അല്ലാഹു തആല അത്യുന്നതമായ പദവികൾ നൽകും, അനന്തമായ പദവികൾ നൽകും. ആ പദവികൾക്ക് അറ്റമില്ലാത്ത പദവി നൽകുമെന്ന് ഉലകത്തിന്റെ ഉടയവൻ അല്ലാഹു തആല ആധികാരികമായി പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും മക്കൾ നല്ല ആലിമീങ്ങളാവണം. ആലിമീങ്ങൾ ഓർമ്മിക്കപ്പെടുന്നത് പോലെ ലോകത്ത് വേറെ ഒരാളും ഓർമ്മിക്കപ്പെടുന്നില്ല. അല്ലാഹുവിനെ അറിഞ്ഞവർ സ്മരിക്കപ്പെടുന്നത് പോലെ ലോകത്ത് വേറെ ആരും സ്മരിക്കപ്പെടുന്നില്ല. ഒരു രാജാവും ഓർമ്മിക്കപ്പെടുന്നില്ല, ഒരു ഭരണാധികാരിയും ഓർമ്മിക്കപ്പെടുന്നില്ല, ഒരു രാഷ്ട്രീയ മേലാളനും ഓർമ്മിക്കപ്പെടുന്നില്ല. എന്റെ മകൻ എന്നെന്നും ജനങ്ങൾ ഓർക്കുന്ന ഒരാളാകണം എന്നാണ് ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും ആഗ്രഹമെങ്കിൽ ആ മകനെ നിങ്ങൾ ആലിമാക്കുക, ഉന്നതനായ ഒരു ആലിമാക്കുക. വേറെ ഒരു പദവിയില്ല. അറിയില്ലേ, മഹാനരായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു 1190 കൊല്ലം മുമ്പ് വഫാത്തായി പോയ മഹാനാണ്. ഇന്നും ഈ ഇന്നത്തെ പ്രഭാതവും പരകോടി ജനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. മില്യൺ കണക്കിന് ജനങ്ങൾ ഇമാം ബുഖാരി തങ്ങളുടെ പേര് പറഞ്ഞുപോയി. വബിസ്സനദിൽ മുത്തസിലി ഇലൽ ഇമാമിൽ ബുഖാരി, ഞങ്ങളിൽ നിന്ന് മുറിയാത്ത പരമ്പരയോടെ ഇമാം ബുഖാരി തങ്ങളിൽ എത്തി നിന്നുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഹദ്ദസനൽ ഹുമൈദിയു, ഇമാം ഹുമൈദി പറഞ്ഞു കൊടുത്തു എന്ന് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു എന്ന് തുടങ്ങിയുള്ള ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇന്ന് ഈ കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചുപോയി. ആ ഇമാം ബുഖാരി തങ്ങളെ ഓർമ്മിക്കാതെ ലോകത്ത് ഒരു പ്രഭാതവും ഉണ്ടാവുന്നില്ല, ഒരസ്തമാനവും വരുന്നില്ല. ഇമാം ബുഖാരി തങ്ങളുടെ യോഗ്യത എന്താണ്? മഹാൻ അവരുടെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചു ലില്ലാഹി വലി ഇൽമില്ലാഹി വലി സുന്നത്തി റസൂലില്ലാഹ്. എന്തുകൊണ്ടാണ് എന്നുമെന്നും ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഇമാം ബുഖാരി തങ്ങളെ ഓർമ്മിക്കുന്നത്? അന്നത്തെ ഭരണാധികാരിയായിരുന്നത് കൊണ്ടല്ല. ഇമാം ബുഖാരി തങ്ങളുടെ കാലത്തെ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ സദസ്സിൽ പക്ഷേ ചിലപ്പോൾ ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ല. പക്ഷേ ഇമാം ബുഖാരി തങ്ങളെ അറിയാത്ത ആരും ഇവിടെയില്ല. അന്ന് കൊട്ടാരത്തിൽ ജീവിച്ചത് രാജാവായിരുന്നു, സപ്രപഞ്ചത്തിൽ ഇരുന്നത് ഭരണാധികാരിയായിരുന്നു, കൽപ്പനാശക്തി ഉണ്ടായിരുന്നത് ഭരണാധികാരിക്കായിരുന്നു, നടപടികൾ എടുക്കാൻ കഴിഞ്ഞത് ഭരണാധികാരിക്കായിരുന്നു.
എന്നാൽ ആ ഭരണാധികാരിയെ ലോകത്തിന് വേണമെന്നില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് മാറ്റിവെക്കാനാവില്ല. ഇമാം ബുഖാരിയുടെ മാതാപിതാക്കൾ ബുദ്ധിമാന്മാരായ മാതാപിതാക്കളായിരുന്നു. നമ്മൾ മക്കളെ കൊണ്ട് ആലോചിക്കും, എന്റെ മകന് നല്ല പൈസ ഉണ്ടാവണം, ഏത് വഴിയിലൂടെ വന്നാലും അവിടേക്ക് എത്തുക. എന്റെ മോൻ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന വലിയ സേവകനാവണമെന്ന് ചിന്തിച്ചിട്ട് ഡോക്ടർ ആക്കുന്നവർ എത്ര ശതമാനം ഉണ്ടാവും? എന്റെ മകൻ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ബിസിനസ്മാൻ ആവണം, വിദ്യാസമ്പന്നനാവണം. ഇതെല്ലാം പറയുന്നതിന്റെ അടിസ്ഥാനം എന്റെ മകൻ നല്ല സമ്പന്നനാകണം എന്നായിരിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, സമ്പത്തിനപ്പുറം ഒരുപാട് മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളെ അറിയാനാണ് നമുക്ക് കഴിയേണ്ടത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ പ്രത്യേകം പറയുന്നത്, മഹാനവറുകൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ വാപ്പയിൽ നിന്ന് കിട്ടിയ കോടിക്കണക്കിന് സമ്പത്ത് മഹാനവറുകൾക്കുണ്ടായിരുന്നു. ആ സമ്പത്ത് മുഴുവനും വിനിയോഗിച്ചോലില്ല. വാപ്പയുണ്ടാക്കി കൊടുത്ത സമ്പത്ത് മുഴുവനും മകനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു വിനിയോഗിച്ചത് ഈ ലോകത്തെ പരമാവധി സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് സമാഹരിക്കാനാണ്, ഹദീസ് പഠിക്കാനാണ്, രേഖപ്പെടുത്തി വെക്കാനാണ്. അങ്ങനെ 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് 16 വർഷത്തെ നിരന്തരമായ അധ്വാനം കൊണ്ട് 7000-ൽ ചില്ലാനം ഹദീസുകൾ സമാഹരിച്ച ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ ജാമിഉ സ്വഹീഹ്, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം പോലും അധ്വാനിച്ച് ഉപജീവനത്തിന് പോയില്ല. ഉമ്മ പറഞ്ഞില്ല, മോനിങ്ങനെ സഞ്ചരിച്ചാൽ മതിയോ, ജോലി ചെയ്ത് പൈസ വീട്ടിൽ കൊണ്ടുവരണ്ടേ എന്ന് ഉമ്മ പറഞ്ഞില്ല. ഉമ്മയും ജ്യേഷ്ഠനും ഒപ്പമായി മക്കയിൽ ഹജ്ജിന് പോയി മദീനയിൽ ചെന്നു. അപ്പോൾ 10 വയസ്സുള്ള മകൻ പറഞ്ഞു, ഉമ്മ ഞാനിവിടെ നിൽക്കുകയാണ്, ഉമ്മ ഇക്കാക്കാന്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കോ, എനിക്കിവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം, അവിടുത്തെ ഹദീസുകൾ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ആകട്ടെ മോനിവിടെ നിന്ന് ഹദീസ് പഠിച്ചോളൂ. അങ്ങനെ പറഞ്ഞ ഉമ്മയുടെ സംഭാവനയാണ് ശൈഖുനൽ ഇമാമുൽ ബുഖാരി. നമ്മൾ നമ്മുടെ മക്കളുടെ SSLC കഴിഞ്ഞു, 8ാം ക്ലാസ് കഴിഞ്ഞു. നമ്മുടെ മക്കൾക്ക് പൊതുവിദ്യാഭ്യാസം നൽകണം, അതിന് വിരോധമില്ല. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ വിദ്യാഭ്യാസം മാറ്റിവെച്ചുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസം വേണ്ട. 100% മാതാപിതാക്കളും അവരുടെ മക്കളെ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ അയക്കണം. അതുകൊണ്ട് അവരുടെ ഭൗതിക വിദ്യാഭ്യാസം നഷ്ടപ്പെടുമെന്ന പേടി വേണ്ട. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഇന്ന് സമ്പന്നമായ ഒരു വിദ്യാഭ്യാസ സാഹചര്യം കേരളത്തിലുണ്ട്. ഇതുണ്ടായിരിക്കെ നമ്മുടെ മക്കളെ ഭൗതിക കലാലയങ്ങളിൽ മാത്രം വിട്ടാൽ മാതാപിതാക്കളെ നിങ്ങൾ നാളെ കൈകടിക്കേണ്ടി വരും. കുറ്റവാളികളായി പോകും. കാരണം ഇന്ന് കലാലയങ്ങളുടെ പരിസരങ്ങൾ ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും കേളീരംഗങ്ങളായി മാറുകയാണ്. നമ്മുടെ മക്കൾക്ക് ലഹരി വേണം. ആ ലഹരി മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലഹരിയാവണം. നമ്മളുടെ മക്കൾക്ക് ലഹരി വേണം. അത് ആത്മീയതയുടെ ലഹരിയാവണം, സ്വലാത്തിന്റെ ലഹരിയാവണം, ദിക്റിന്റെ ലഹരിയാവണം. ആ ലഹരി പിടിച്ചവരാണ് മഹാന്മാരായ ഇമാമുകൾ. ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു രാത്രി കിടന്നപ്പോൾ ഉറക്കു വരുന്നില്ല. 18 പ്രാവശ്യമൊക്കെ ഉണർന്നെഴുന്നേൽക്കുകയാണ്. ലഹരി ബാധിച്ചു പോയതാണ്. ആ ലഹരി ഏതാണ്? ഹദീസിലുള്ള ലഹരിയാണ്.
രാത്രി ഉറക്കു വരുന്നില്ല. 18 പ്രാവശ്യം ഒരാൾ ഉണരുക എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങി എന്ന് പറയാൻ പറ്റുമോ? സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ലഹരി പിടിച്ചുപോയി. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, എന്റെ കാലത്ത് ജീവിച്ച ഏതൊരു വ്യക്തിയെ കുറിച്ച് ചോദിച്ചാലും, ഏതൊരു പണ്ഡിതനെ കുറിച്ച് ചോദിച്ചാലും, ഇല്ലാ വഇൻദി ഷൈഉൻ, അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ചരിത്രം എന്റെ അടുത്തില്ലാതിരിക്കില്ല. 1038 ഷെയ്ഖന്മാരിൽ നിന്ന് പഠിച്ചു ഇമാം ബുഖാരി തങ്ങൾ. അപ്പൊ അവരുടെ ഹരെന്താ? ഇൽമു പഠിക്കുക, ആലിമീങ്ങളുടെ അടുത്ത് പോവുക, ഹദീസ് സമാഹരിക്കുക, ഹദീസ് ശേഖരിക്കുക. ആ ഒരു ഹരത്തിലായപ്പോൾ പ്രിയമുള്ളവരെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ലഹരിയിലായി ജീവിച്ചപ്പോൾ കല്യാണം മറന്നുപോയി. അത്ര വലിയ ലഹരിയായി പോയി ഹദീസിൽ. കല്യാണം വേണ്ടാന്ന് വെച്ചതല്ല, അങ്ങനത്തെ ഒരു ലോകം അവരുടെ ചിന്തയിൽ വന്നില്ല. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന് വിവാഹം എന്നൊരു ലോകം ഓർമ്മയിൽ വന്നില്ല. അവര് രാവിലെ മുതൽ ഇൽമു കൊണ്ട് ജോലിയായപ്പോൾ മറ്റു ഭൗതിക വിചാരങ്ങൾ അവർക്ക് വന്നില്ല. അവർ ആത്മീയതയിൽ ലയിച്ചു പോയതുകൊണ്ടാണ്. അത്രമേൽ അവർ ലഹരി പിടിച്ചുപോയി ഇൽമിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ. അങ്ങനെയായപ്പോൾ ആ മക്കൾ ഇന്നും ഓർമ്മിക്കപ്പെടുകയാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കാതെ, അല്ലെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ഇശാ നിസ്കരിച്ചു വന്നതല്ലേ, നമ്മളുടെ ഇശാ നിസ്കാരത്തിന്റെ ഒരു കമ്മീഷൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടുണ്ട്. ഇശാ നിസ്കാരത്തിന്റെ കമ്മീഷൻ ഇമാമുന ശാഫിഈ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത്തഹിയ്യാത്ത് ഓതിയത് ആര് പഠിപ്പിച്ചു തന്ന അത്തഹിയ്യാത്ത? നമ്മൾ വജ്ഹത്ത് ഓതിയത് ആര് പഠിപ്പിച്ചു തന്നതാണ്? നമ്മൾ കൈ കെട്ടിയത് ആര് പറഞ്ഞത് പ്രകാരമാണ്? ഫാത്തിഹയിൽ ബിസ്മി ചേർത്തോതി വിട്ടുപോകാതെ പാലിച്ചത് ആര് ശ്രദ്ധിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്? അതെല്ലാം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കഠിനാധ്വാനത്തിലൂടെ നമുക്ക് ചിട്ടപ്പെടുത്തി തന്ന ഫിഖ്ഹാണ് നമ്മൾ ഇന്ന് നിസ്കരിക്കുമ്പോൾ പ്രയോഗിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും നിസ്കാരത്തിന്റെ ഒരു കമ്മീഷൻ, ഒരു വിഹിതം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടുണ്ട്. ശാഫിഈ ഇമാമിന്റെ ഉമ്മ നോക്കിയപ്പോൾ ഈ ദീനിൽ നിന്ന് മക്കയിലേക്ക് നടന്നു, മക്കത്തെ പള്ളിയിൽ കൊണ്ടുവന്നു ഓതാനാക്കിയപ്പോൾ ഉസ്താദിന് ഫീസ് കൊടുക്കാൻ, മുഅല്ലിമിന് ഫീസ് കൊടുക്കാനുള്ള ചില്ലറ പോലുമില്ല. ബുദ്ധിമാനായ മകൻ പറഞ്ഞു, എനിക്ക് ഓതിത്തരുന്നതിന് പകരം ചെറിയ കുട്ടികൾക്ക് ഞാൻ പാഠം ചൊല്ലിക്കൊടുക്കാം, ചെറിയ പാഠക്കാർക്ക് ഞാൻ ഓതിക്കൊടുക്കാം. അങ്ങനെ മക്കത്തെ പള്ളിയിലെ മുഅല്ലിമ് സമ്മതിച്ചു. ഓതി പഠിച്ചു. 7 വയസ്സായപ്പോഴേക്ക് ഖുർആൻ മനപ്പാഠമാക്കി. 10 വയസ്സായപ്പോഴേക്ക് 10,000-ൽ പരം ഹദീസുകൾ മനപ്പാഠമാക്കി. ഹുദൈൽ ഗോത്രമാണ് അന്ന് ഏറ്റവും വലിയ ഭാഷാ പരിജ്ഞാനമുള്ളവർ. അവരുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് അറബി ഭാഷയിലെ മുഴുവൻ പ്രയോഗങ്ങളും ബഹുമാനപ്പെട്ടവർ പഠിച്ചു. അവരുടെ കൂടെ സഞ്ചരിച്ചു. അവരിറങ്ങിയ സ്ഥലത്ത് ഇറങ്ങി, അവര് സഞ്ചരിച്ച സ്ഥലത്ത് സഞ്ചരിച്ചു. ഭാഷയുടെ എല്ലാ പ്രയോഗ സാധ്യതകളെയും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിച്ചു. പിൽക്കാലത്ത് ഇമാം ബുഖാരി തങ്ങൾ ബഗ്ദാദിൽ വന്ന് ഫിഖ് ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ ഭാഷാ പണ്ഡിതന്മാര് ക്ലാസ് കേൾക്കാൻ വരും. അപ്പോൾ അവിടുത്തെ മറ്റുള്ളവർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ശാഫിഈ ഇമാം തങ്ങളെ ക്ലാസ് കേൾക്കാൻ വരുന്നത്? അവര് ഭാഷയല്ലല്ലോ എടുക്കുന്നത്, ഫിഖ് അല്ലേ? ഭാഷ എങ്ങനെയാണ് ഫിഖ്ഹിൽ പ്രയോഗിക്കുന്നത് എന്നറിയാൻ വരികയാണ്. ഇമാമുന ശാഫിഈ തങ്ങളുടെ ഭാഷ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ ചെറുപ്രായത്തിലെ ഭാഷയും പഠിച്ചു. പരിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കി, ഹദീസ് മനപ്പാഠമാക്കി. ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ എത്തിയപ്പോൾ അവിടുത്തോട് പറഞ്ഞു, ഇമാം അവർകളെ, അവിടുത്തെ കിതാബ് മുവത്ത എനിക്ക് കാണാതെ അറിയാം.
അത് മുഴുവനും കേൾപ്പിച്ചു കൊടുത്ത് അംഗീകാരം നേടി ആ മകനാകുന്ന മുഹമ്മദ് ബിൻ ഇദ്രീസ് മക്കയിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഉമ്മയും അമ്മാവനും മക്കയുടെ അതിർത്തിയിൽ സ്വീകരിക്കാൻ പോയി. അപ്പോണ്ട് മകന്റെ അടുക്കൽ കുറെ ലഗേജുകളുണ്ട്, കുറെ അധികം ലഗേജുകൾ. ഉമ്മ ചോദിച്ചു, മോനെ എന്താ ഇതൊക്കെ? ഇതൊക്കെ വിലപിടിപ്പുള്ള നല്ല നല്ല സമ്മാനങ്ങളാണ്, ഉമ്മക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇതൊക്കെ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ്, അമൂല്യമായ രത്നങ്ങളുണ്ട്, വിലപിടിപ്പുള്ള ഉപഹാരങ്ങളുണ്ട്. യമനിൽ നിന്ന് കിട്ടിയതുണ്ട്, ബഗ്ദാദിൽ നിന്ന് കിട്ടിയതുണ്ട്. അങ്ങനെ എന്റെ പക്കൽ ഒരുപാട് സമ്പാദ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എനിക്ക് വേണ്ടത് സമ്പന്നനായ ഒരു മകനെയല്ല, ഇതൊന്നും എനിക്ക് വേണ്ട മോനെ. ഞാൻ മോനെ വിട്ടത് ഇതിനൊന്നുമല്ല, വെട്ടിയും കെട്ടി വലിയ ലഗേജായിട്ട് വരാൻ വേണ്ടി വിട്ടതല്ല, ഇതൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ മകൻ പറഞ്ഞു, ഉമ്മക്ക് വേണ്ടെങ്കിൽ എനിക്ക് തീരെ വേണ്ട, ഞാൻ ഉമ്മക്ക് വിഷമാവുണ്ടല്ലോ, എന്നെ കഷ്ടപ്പെട്ട് ഓതി പഠിപ്പിച്ചതല്ലേ, ഒരു സന്തോഷായിക്കോട്ടെ എന്ന് വെച്ച് കൊണ്ടെന്ന, ഉമ്മക്ക് വേണ്ടെങ്കിൽ എനിക്ക് തീരെ വേണ്ട. മക്കത്തെ ഫുഖറാക്കൾക്ക് ആ സമ്പത്ത് മുഴുവനും ദാനം ചെയ്തു. ഒരു സമ്പത്തും കയ്യിലില്ലാതെ വീട്ടിലേക്ക് ചെന്നപ്പോൾ എനിക്ക് വേണ്ട മോനിപ്പോൾ വീട്ടിലെത്തിയെന്ന് പറഞ്ഞു. ഫത്വ കൊടുക്കാൻ യോഗ്യനായ ഒരു ആലിം, ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു മകൻ, ഹദീസ് പറയാൻ പറ്റിയ ഒരു മകൻ, അള്ളാഹുവിന്റെ ദീന് പറയാൻ പറ്റിയ ഒരു മകൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ഉമ്മ ആനന്ദിച്ചു പോയി. വർത്തമാനകാലത്തെ എന്റെ ഉമ്മമാരെ, നമ്മുടെ മക്കൾ ആരാകണമെന്നാണ് നമ്മുടെ വിചാരം. ഈ വെക്കേഷൻ കാലയളവിൽ പലവിധ കോഴ്സുകൾക്കും നിങ്ങളുടെ മക്കളെ വിടുന്നുണ്ട്. നല്ല നല്ല വിദ്യാഭ്യാസങ്ങളൊക്കെ നേടാം. എന്നാൽ എന്നും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു മകൻ വേണോ? അവൻ അള്ളാഹുവിനെ അറിയുന്ന മകനായാൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മകനായാൽ, ഒരു ആലിമായ മകനായാൽ അതിന് തുല്യമായി വേറെ ആരും ഇല്ല. ഈ വിചാരം പുതിയ ലോകത്തെ ഉമ്മമാർക്ക് കൂടുതൽ വരണം. ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ ഉസ്താദ് അവർക്ക് വേണമെങ്കിൽ സമ്പത്ത് സമാഹരിക്കാം. അവര് വയല് പറയാൻ പോയത്, വയല് പറയുമ്പോൾ കൂലി കിട്ടും, എനിക്ക് പൈസ കിട്ടുമെന്ന നിലക്കല്ല. ആരെങ്കിലും ഫീസ് പറഞ്ഞ് വയലിന് കൊണ്ടുപോയതല്ല. അവരെ അവിടുന്ന് ബഹുമാനപ്പെട്ടവർ കൈമടക്ക് കിട്ടുമെന്ന് വിചാരിച്ച് വയലിന് പോയതല്ല. അള്ളാഹുവിന്റെ ദീനിന് എന്റെ സംസാരം എവിടെയാണോ ആവശ്യമുള്ളത് അതറിഞ്ഞാൽ തേടിപ്പിടിച്ചു ചെല്ലുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മഹാനായ പതിയുസ്താദ് അവരുടെ തേരോട്ട ഭൂമിയാണിത്. ബഹുമാനപ്പെട്ടവർ ആദ്യം സംവാദം നടത്തിയത് ഈ നെടിയിരുപ്പിലാണ്, കൊണ്ടോട്ടിക്കടുത്ത് നെടിയിരുപ്പിലാണ്. ആദ്യത്തെ സംവാദത്തിന് വരുമ്പോൾ നെടിയിരുപ്പ് പള്ളിയിൽ വിശ്രമിക്കുന്ന സമയത്ത് അടുത്തു കൂടി നിന്ന ആളാണ് ബഹുമാനപ്പെട്ട ചെർള മുഹമ്മദ് മുസ്ലിയാർ. പ്രായമുള്ള ഉപ്പമാർക്ക് എന്നെക്കാൾ ബഹുമാനപ്പെട്ടവരെ അറിയുമായിരിക്കും. ഞാൻ അവരെ കണ്ടിട്ടുള്ള ആളല്ല, വായിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ചെർള മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയ മഹാനായ ഫഖീഹ് ബഹുമാനപ്പെട്ടവരുടെ ഓരത്ത് നിന്നു, സംവാദങ്ങളൊക്കെ നിരീക്ഷിച്ചു. മഹാനവറുകളെ വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ടവര് ഒരു മർസിയത്ത് എഴുതിയ ഒരു ശോകകാവ്യം, അത് വളമംഗലം കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ നോട്ട് ബുക്കിൽ പകർത്തി വെച്ചിരുന്നു. വളമംഗലം കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ കാത്തിബായിരുന്നു. പല സംവാദങ്ങളിലും എഴുത്തുകുത്തുകൾ നടത്തിയിരുന്നവരാണ്. വാഴക്കാട് ദാറുൽ ഉലൂമിൽ പോയി അക്കാലത്ത് തഫ്സീറുർ റാസി സൈക്കിളിൽ വെച്ച് പല സംവാദങ്ങൾക്കും കൊണ്ടുപോയ അനുഭവം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും വഫാത്തായി പോയി. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ആ മറസിയത്തിൽ മഹാനവറുകൾ പറയാണ്, വഹല്ലി മൗത്തിൻ സറാ ഫി ജിസ്മി മിഫ്ളാലി മുലഖബിൻ ബിപദി ദിൽ ഹുസ്നി അഹ്വാലി.
അതാബി മിൻ ജാതിൻ വശഗസാലി ഹാജി മരക്കാരുദു ഇസ്ദിൻ വൈജ്ലാലി എന്നിങ്ങനെ ചൊല്ലി ചൊല്ലി വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അറിയുമോ, ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ അവരാരായിരുന്നു? ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. വലാ യമീലു ഇലാ അർബാബി അംവാലി, സമ്പന്നരിലേക്ക് അവർ മതം വിട്ട് ചരിഞ്ഞിട്ടില്ല. സമ്പത്ത് മോഹിച്ചൊരു സമ്പന്നന്റെയും കൂടെ പോയിട്ടില്ല. പണം കണ്ടപ്പോഴേക്ക് ആദർശം മാറ്റിയിട്ടില്ല. അങ്ങനെ നിന്നവരാണ്. ആത്മറസിയത്തിന്റെ അവസാനം കാണാം. لأن محمدني شرلي بأثقالي وأهل موت سرى في جسم مفضالي. അറിയുമോ സഹോദരന്മാരെ, ആ മഹത്തുക്കളുടെ ജീവിതത്തിൽ മുഴുവനും അവർ ഈ ലോകത്തെ സമ്പാദ്യങ്ങളെയല്ല അവർ കണ്ടത്, അവരിതിനപ്പുറത്തെ സമ്പാദ്യമാണ്. ഞാൻ പരാമർശിച്ച ഇമാമുകൾ കാണിച്ച വഴികളിലൂടെയാണ് അവര് സഞ്ചരിച്ചത്. അവർ ഈ ലോകത്തെ നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനും അല്ലാഹുവിന്റെ അടുക്കലുള്ളതും മാത്രമാണ് ബാക്കിയാകുന്നത് എന്നവർ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ ജീവിതം മുഴുവനും വിനിയോഗിച്ചു ലില്ലാഹ്. ഇന്ന് നമ്മൾ ഭൗതികതയുടെ പിന്നിൽ സഞ്ചരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഭൗതികതയുടെ പിന്നിൽ സഞ്ചരിക്കുകയാണ്. നമ്മൾക്ക് ആവശ്യമുള്ളത് ഇവിടെയുള്ള സൗകര്യങ്ങളാണ്. ഈ സൗകര്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ എന്തു വേണം? നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തണം. എവിടെയെങ്കിലും നിങ്ങൾ വഴിമാറി സഞ്ചരിച്ചാൽ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ. അറിയുമോ, നിങ്ങൾക്ക് നിലനിൽക്കുന്നത് പരലോകമാണ്, പാരത്രികമായ യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടെയുള്ളതെല്ലാം ഇന്നേക്കുള്ളതാണ്, ഇവിടെ അവസാനിക്കുന്നതാണ്. എന്നെന്നും നിൽക്കുന്നത് വേണോ? ഖുർആൻ പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. والسابقون الأولون. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി വെടിയേണ്ടതൊക്കെ വെടിഞ്ഞവർ, നാട് വിട്ടു, വീട് വിട്ടു, കുടുംബം വിട്ടു, സമ്പത്തിന്റെ വലിയ വലിയ ഭണ്ഡാരങ്ങൾ ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി വെടിയേണ്ടതൊക്കെ വെടിഞ്ഞ ആളുകൾ. നമ്മൾ പലിശ വെടിയണം, പലിശയിലുള്ള ലോണുകൾ വെടിയണം, ഹറാമായ വരുമാനങ്ങൾ വെടിയണം. അതാണ് നമുക്കുള്ള ഹിജ്റ. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഹിജ്റ അക്കാലത്ത് മക്കയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പലായനമായിരുന്നു. നമ്മുടെ ഹിജ്റ എന്താണ്? അല്ലാഹു വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അല്ലാഹു തആല വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണ് മുഹാജിർ.
അങ്ങനെ നിങ്ങൾ മുഹാജിറുകളായാൽ والسابقون الأولون من المهاجرين മുഹാജിരീങ്ങളായ ആളുകൾ വൽ അൻസാർ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതെല്ലാം വിനിയോഗിച്ചവർ. എനിക്ക് അല്ലാഹു ആരോഗ്യം തന്നു, അത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കട്ടെ. അല്ലാഹു എനിക്ക് കോടികളുടെ ആസ്തി തന്നു, അത് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെലവഴിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ അൻസാറുകളാവുക. അല്ലാഹു തആല എനിക്ക് നല്ല ബുദ്ധിമാന്മാരായ മക്കളെ തന്നു, ആ ബുദ്ധിമാന്മാരായ മക്കളെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ ചെലവഴിക്കട്ടെ. SSLCക്ക് കഴിഞ്ഞിട്ട് മോനെ ഒന്ന് ഓതാൻ വിടണം എന്ന് ആഗ്രഹമുണ്ട്. ഫുള്ള് A+ കിട്ടുമ്പോ ഈമാനാണ്ട് തെറ്റും. ഫുൾ A+ ഒക്കെ കിട്ടി, ഇനിയിപ്പോ ഒരു മെഡിസിനും എഞ്ചിനീയറിങ്ങിനൊക്കെ പോട്ടെ. അപ്പൊ പൊട്ടന്മാരെ ദീനു വേണ്ട. അപ്പോൾ അല്ലാഹു തആല എനിക്ക് നല്ല ബുദ്ധിമാനായ ഒരു മകനെ തന്നാൽ, അല്ലാഹുവേ എനിക്ക് നീ തന്ന ബുദ്ധിമാനായ മകനെ ഞാൻ നിന്റെ ദീനിന് ചെലവഴിക്കുന്നു. അതാണ് ഇമാം ബുഖാരി തങ്ങളുടെ ഉമ്മ ചെയ്തത്. ബുഖാരി ഇമാമിന്റെ ഓർമ്മയ്ക്ക് തുല്യമായ ഒരു ഓർമ്മ ചരിത്രത്തിൽ നിന്ന് ആരെ പറയാനാണ്? ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മയെ പോലെ ഉദാഹരിക്കാൻ, മഹാന്മാരായ ഇമാമുകളുടെ ഓർമ്മകളെ പോലെ പറയാൻ വേറെ ഓർമ്മകളുടെ ഉദാഹരണം ലോകത്തില്ല. ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മശക്തി ലോകത്തെ മുഴുവനും ഞെട്ടിപ്പിച്ച ഓർമ്മശക്തിയാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതുപോലെയാണ് ഇമാമിങ്ങൾ മുഴുവനും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ദശലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമുണ്ടായിരുന്നു. മില്യൺ കണക്കിന് ഹദീസ് മനപ്പാഠം ഉണ്ടായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് 10 ലക്ഷം ഹദീസ് മനപ്പാടുണ്ട്. ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞെടുത്ത് തികഞ്ഞില്ലെങ്കിൽ എന്റെ ഉസ്താദിന്റെ മദ്ഹബ് നോക്കിയാൽ മതി, ഓർക്ക് എന്നെക്കാളും കാര്യങ്ങൾ അറിയുന്നു. അപ്പൊ ഇമാമുന ശാഫിഈ തങ്ങൾക്ക് എത്ര വേണം? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് എത്ര വേണം? ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന് എത്രയുണ്ട്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നതിനെ ഞാൻ വിനിയോഗിക്കുകയാണ്. എന്റെ ആരോഗ്യമോ എന്റെ സമയമോ ഏതായാലും അല്ലാഹുവിന് വേണ്ടി വിനിയോഗിച്ചാൽ ഞാൻ അൻസാരിയായി. മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവർ സഞ്ചരിച്ച വഴിയിൽ അവരെ അനുകരിക്കുന്നവർ. അല്ലാഹു തആല പറയാണ്, റളിയല്ലാഹു അൻഹും വറളൂ അൻ, അല്ലാഹു തആല അവരെ തൃപ്തിപ്പെടുകയും അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് അല്ലാഹുവിനെ തൃപ്തിയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തന്ന ദീൻ പൂർണ്ണാർത്ഥത്തിൽ ഏറ്റെടുക്കാൻ അവർക്ക് സംതൃപ്തിയാണ്, ഒരു പരിഭവവും ഇല്ല. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവിൽ നമ്മൾ തൃപ്തരാണോ? അല്ലാഹു ഹലാലാക്കിയത് മതി, അല്ലാഹു ഹറാമാക്കിയത് വേണ്ടാന്ന് വെക്കുമ്പോഴാണ് അല്ലാഹുവിൽ തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റുക. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹു തആല പറഞ്ഞ മാതിരി ഞാൻ വസ്ത്രം ധരിക്കാം, എനിക്ക് തൃപ്തിയാണെന്ന് വരുമ്പോഴാണ് നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് പറയാനാവുക. അല്ലാഹു പറഞ്ഞു, എന്റെ ശരീരത്തിന്റെ വണ്ണവും വർണ്ണവും ഭാവവും അന്യപുരുഷന്മാര് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞതാണ്. ഞാനതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വന്നാൽ ഒരു പരിഭവവുമില്ലാതെ ദീനിന്റെ വേഷം സ്വീകരിക്കാൻ തയ്യാറാവുക. അപ്പോഴാണ് റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടു എന്ന് റെഡിയാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്ത കാഴ്ച വേണ്ട, അല്ലാഹു തആല അനുവദിക്കാത്ത കേൾവി വേണ്ട, അല്ലാഹു വിലക്കിയതൊന്നും വേണ്ട എന്ന് വരുമ്പോഴാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയാനാവുക. അല്ലാഹു സുബ്ഹാനഹു അൻഹു എന്ന് പറയാനാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൊരുത്തപ്പെട്ടു എന്ന് പറയാനാവുക. ഇതിനെന്ത് വേണം? എന്റെ കയ്യിൽ നിങ്ങളുടെ പക്കലുള്ള ഈ സാധനത്തിന് എന്ത് വേണം? അത് തന്നാലും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഒന്നും തന്നില്ലെങ്കിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു.
എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് മതി എന്ന് തൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ അംഗീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. പ്രിയമുള്ള എന്റെ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പലപ്പോഴും പല അപാകതയിലും വന്നു പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ പലിശയിലേക്ക് പലരും ലോണിടപാടിലൂടെ വീണു പോവുകയാണ്. അള്ളാഹു അനുവദിച്ചത് മതി എന്ന് വെച്ചാൽ നമ്മൾ ആ പലിശയിൽ വീണു പോകില്ല, അനാവശ്യ ഇടപാടുകളിൽ വീണു പോകില്ല, അനാവശ്യ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ വീണു പോകില്ല. അല്ലാഹു തആല തന്നത് മതിയെന്ന് വരുമ്പോൾ റളീതു ബില്ലാഹ്, അല്ലാഹുവിൽ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ തൃപ്തിയാണ്, അല്ലാഹുവിനെ അവർക്കും തൃപ്തിയാണ്. റളിയല്ലാഹു അൻഹും വറളൂ അൻ, അല്ലാഹുവിനെ അവർക്ക് ഇഷ്ടമാണ്, അല്ലാഹുവിനെ അവർക്കും ഇഷ്ടമാണ്. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അല്ലാഹു അവന്റെ പ്രിയക്കാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് കേൾക്കണോ? ജന്നാത്തുൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്വാരത്തുകൂടി അരുവിയൊലിക്കുന്ന ഉദ്യാനങ്ങളാണ്. ഹിയ ജന്നത്തുൻ ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. മോനെ, സ്വർഗം മനോഹരമാണ്, അതിലുള്ള ഓരോ അനുഗ്രഹങ്ങളും മനോഹരമാണ്. വലൈസ ബിഫാനി, അതൊടുങ്ങിപ്പോല. ചില പരിഷ്കൃതരായ ചെറുപ്പക്കാരായ മക്കൾ വിചാരിക്കും ഈ മൂല്യാരൂട്ടികൾ എന്താ നല്ല പരിഷ്കാരമുള്ള പാൻസ് ധരിക്കാതെ ഈ ഒരു പഴയ തലയെക്കെട്ടും കെട്ടി വെള്ളക്കുപ്പായവും വെച്ച് നടക്കുന്നത്. മോനെ, ഞങ്ങൾ തൽക്കാലം ഇതണിഞ്ഞത് നാളെ അടിച്ചു പൊളിക്കാനുള്ളൊരു ലോകം കണ്ടുകൊണ്ടാണ്. നിങ്ങൾ ഈ അടിച്ചു പൊളിക്കുന്ന ലോകം നാളെ തീരുന്ന ലോകമാണ്. നിങ്ങളുടെ ഫാഷൻ നാളെ ഔട്ട് ഓഫ് ഫാഷനാണ്. ഇന്നത്തെ ഫാഷനല്ല നാളത്തെ ഫാഷൻ, ഇന്നത്തെ പിരാന്തല്ല നാളത്തെ പിരാന്ത്. എല്ലാവരും മുട്ടയടിക്കാൻ തുടങ്ങിയാൽ മുട്ടയടിക്കൽ ഒരു സ്റ്റൈലായാൽ മുട്ടകളുടെ ലോകമായിരിക്കും ഇവിടെ. അങ്ങനെ ഏതോ പിരാന്തുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ അങ്ങനെയല്ല, അനന്തമായ ഒരു ഫാഷനുള്ള ലോകം വരാനുണ്ട്. ഇതിനപ്പുറത്തൊരു റിയാലിറ്റി ഉണ്ട്, ഇതിനപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും പ്രതീക്ഷയോടെ ജീവിക്കുന്നവർ മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ടാണ് ഗസയിൽ നിന്ന് പിടഞ്ഞു വീഴുമ്പോഴും ഞങ്ങൾ സ്വർഗത്തിൽ ഗസ പണിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജീവന്റെ അവസാനത്തെ മിടിപ്പിലും മുന്നിൽ കിടന്ന് പിടയുന്ന കൂട്ടുകാരനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചങ്കുറപ്പ് ഫലസ്തീനിലെ കുരുന്ന മക്കളുടെ ഉള്ളിലേക്ക് അടയാളപ്പെടുത്തിയ ദർശനത്തിന്റെ പേരാണ് ഈമാൻ, ഇസ്ലാം. ഇതിലിങ്ങനെ എർത്തു വരണ്ടല്ലോ അല്ലെ, മറമലവുണ്ടോ ഒരാളോട് പോയി. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ചോദിച്ച അതേ ഒരു ചോദ്യമുണ്ട്. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഏറുമാടത്തിൽ കഴിയുകയാണ്. ഏറുമാടമെന്ന് പറഞ്ഞാൽ കൃഷിയിടത്തിലെ 4 കാലിൽ നിർത്തിയ ഒരു പെട്ടിക്കൂടിൽ ഈത്തപ്പനെ ഈത്തപ്പനെ മട്ടൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ഏറുമാടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയാണ്. അവിടേക്ക് കടന്നു ചെല്ലുകയാണ് മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സലാത്തും തർദിയത്തും ഒക്കെ എവിടെ പോയ മാതിരിയുണ്ട്. അപ്പൊ അത് ഗ്രൂപ്പിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത്. സലാത്ത് ഗ്രൂപ്പ് അവിടെ ഉള്ളൂ എന്നാ തോന്നുന്നത്. ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സത്യപ്രഖ്യാപനത്തിന്റെ പ്രഘോഷണം അന്ത്യനാൾ വരെയുള്ളവർക്ക് ഉജ്ജ്വലമായി അടയാളപ്പെടുത്തിയ ഖിലാഫത്തിന്റെ വിലാസമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ചെന്ന് കാണാൻ ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പന മട്ടൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കട്ടിലിൽ കിടക്കുകയാണ്. റോസാ പുഷ്പം പോലെയുള്ള ആ ശരീരത്ത് നല്ല ചെമന്ന വരകൾ വീണിട്ടുണ്ട്. ഞാൻ വിഷയം മാറുമൊന്നുമല്ല, എന്റെ ഒരു വീക്ക്നെസ് കൊണ്ട് ഞാൻ അല്പം മാറുകയാണ്.